ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദോസ് ഹൂ ഡു ദ ഫാദേഴ്സ് വിൽ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. ഹല്ലേലൂയ. Children, are you listening to uncle? Today's message title is those who do father's will. Do you obey your parent? I didn't hear anything. Yes. Nathan say yes. Can I confirm? Yeah, dad say yeah. Praise God. So today's message, the title is those who do the father's will. Amen. ഞാൻ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഐ എം റിയലി പാഷനേറ്റ് അബൌട്ട് ദാറ്റ്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അവരുടേതായ ആ ഒരു ക്രമത്തിലല്ല ഞാനെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനല്പം ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാതാവിനോട് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോകട്ടെ എന്ന് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ 20 വയസ്സ് വരെ അങ്ങനെയായിരുന്നു. എൻ്റെ മാതാവ് പറയണം യെസ് എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം കേട്ടാൽ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. അത്രയും നല്ല പയ്യനായിരുന്നു. സ്തോത്രം. ഇന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്കും നമ്മുടെ ഇൻട്രസ്റ്റുകൾ തമ്മിൽ വ്യത്യാസമായി. അതുകൊണ്ട് ഞാനിപ്പോഴും ചിന്തിക്കുകയാണ്. എന്നാൽ ഇന്നെനിക്ക് എൻ്റെ മാതാവിനോടും പിതാവിനോടുമുള്ള സ്നേഹം അത്യധികം വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ എന്ത് ആഗ്രഹവും എന്തും ചെയ്തു കൊടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ പിതാവ് 13 വർഷങ്ങൾക്ക് മുന്നേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ എപ്പോഴും ഞാൻ ജിജിയുടെ അടുത്തൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ പിതാവിനോട് വേണ്ടത്ര എനിക്ക് സ്നേഹിക്കാനും സഹകരിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കുറവ് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട്. എന്നാൽ എൻ്റെ മാതാവിനെ കഴിയുന്നിടത്തോളം ചെയ്യുവാൻ പരിശ്രമിക്കുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അതൊരു പാഷനാണ്. എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക, അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അവരെ അത് ചെയ്യുക എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഞാൻ സമയം തന്നാൽ നിങ്ങളും ഇതുപോലെ സ്റ്റേജിൽ വന്ന് പറയുമെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് അറിയിച്ചു എന്ന് മാത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരുപാട് ജനം കടന്നു വന്ന് പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, തിക്കും തിരക്കിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ മാതാവും സഹോദരങ്ങളും അവനെ കാണാനായിട്ട് അവൻ്റെ അടുക്കൽ വന്നു. നമുക്ക് അതിൻ്റെ ഒരു വാക്യം മാത്രം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ക്രൗഡ് വളരെയധികം ഉണ്ട്. അവർ പുറത്തു വന്ന് നിൽക്കുവാണ്, ഉള്ളിൽ വരാൻ പറ്റുന്നില്ല. ആരാണ്? യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും. അപ്പോൾ സാധാരണ യേശുവിന് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടാവും ആ സമയത്ത്. അന്ന് ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുടെ മാതാവും സഹോദരങ്ങളും വന്നിട്ടുണ്ട്, വെളിയിൽ നിൽക്കുന്നു എന്ന് അതിൽ ഒരുവൻ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടെ വന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്. കാരണം അല്ലേ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഒരു വലിയ ഒരാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും നമ്മൾ അവരെ കൂട്ടി കൊണ്ടുവന്ന് അയ്യോ ഇതാ ഇവിടെ ഉണ്ട് ആൾ എന്ന് പറഞ്ഞ് ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് അത്രയും അല്ലേ വളരെ സ്നേഹത്തിലായിരിക്കും. കാരണം ആ ബഹുമാനത്തിലായിരിക്കും. എന്ന പോലെ ഞാൻ ആ ഭാഗം ഒന്ന് ചിന്തിച്ചതാണ്. അപ്പോൾ എന്ന പോലെ ഒരു വ്യക്തി വളരെ ബഹുമാനത്തോടു കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, ഇതാ ഞങ്ങൾ ബഹുമാനിക്കുന്ന നിൻ്റെ മാതാവ് സഹോദരങ്ങൾ എന്ന് വെച്ചാൽ അവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു അത്രയധികം. അപ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടിയായിരുന്നു എന്നെ ചിന്തിപ്പിച്ചത്. പറഞ്ഞത് ഇതാണ്, സ്വർഗസ്ഥനായ എൻ്റെ ഈ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഇവരാണ് എൻ്റെ, അതിന് മുന്നത്തെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവരാണ് എൻ്റെ മാതാവും സഹോദരങ്ങളും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞാൻ കൂടുതൽ ഇവരുടെ ആ ബഹുമാനം കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ അതിനേക്കാൾ ബഹുമാനിക്കുന്ന
ഹല്ലേലൂയ. ഏ ഞാൻ ഈ ഫാമിലിയെ ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ എൻ്റെ ഫാമിലി എന്ന് ഞാൻ അംഗീകരിക്കുന്ന ചിലരുണ്ട്. അവരാരാണെന്നറിയാമോ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. ഹല്ലേലൂയ. ആ പറഞ്ഞു വന്ന അയാൾക്ക് എന്ത് തോന്നിയോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറ്റ് വാസ് ഐ ഓപ്പണർ അല്ലേ. അതായത് എൻ്റെ സഹോദരൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ ബഹുമാനിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് എന്ന് പറയുന്ന ആരെന്നറിയട്ടെ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ചിലരാണെന്ന് അവിടെ പറയുകയാണ്. സ്തോത്രം. എൻ്റെ കുടുംബാംഗം എന്ന് ഞാൻ ഫാമിലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാതാവ് സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആരാണോ അവരെയാണ് ഞാൻ അങ്ങനെ കാണാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ആ പിതാവിൻ്റെ ഇഷ്ടം? അതിനു മുന്നമേ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് മുന്നിൽ ഉണ്ടായ ചിന്തകളെക്കുറിച്ച് ഞാൻ പറയാം, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. ചിന്ത ഇതാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ, മിഷൻ്റെ കാര്യങ്ങൾ, മുന്നോട്ട് ഒരുപാട് പ്ലാനുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചിലതൊക്കെ ഇൻവോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വെൻ വി ഡു ഓൾ ദീസ്, നമ്മളിത് ചെയ്യുന്നതെല്ലാം വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ? അതിൻ്റെ യഥാർത്ഥമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ ചിന്തിക്കാറുണ്ട്. എസ്പെഷ്യലി ഞാൻ ചിന്തിക്കാറുണ്ടല്ലോ, എൻ്റെ ദേശം പാവറട്ടി, അവിടെ ഒരു പ്രവർത്തനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അതും കൂടെ കണക്ട് ചെയ്തൊക്കെ ചിന്തിക്കാറ്. ഞാൻ ചിന്തിക്കുക നീ ഇത് വേണം, നീ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ടാണോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് തന്നെയാണ് ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ തന്നെയാണോ നീ ഇത് ചെയ്യുന്നത്? അല്ല, നിനക്കും ഒരല്പം എന്താ പറയുക, ഒരു പേരും ഒരു ഇതൊക്കെ കിട്ടുക അല്ലേ, ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ദൈവം എനിക്ക് ഇടവരുത്തി. അത് ചിന്തിച്ചപ്പോൾ ഞാൻ സമ്മതിക്കണമല്ലോ, പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം കണ്ടുകൊണ്ടാണ് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 1-2 സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. വളരെ മാനിക്കപ്പെടേണ്ട വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ്. എന്നാൽ ആ സാക്ഷ്യങ്ങളിൽ, അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഞാനൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഒരു ഇമാജിനേഷൻ അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് കുറേയൊക്കെ അതിൻ്റെ സത്യം അറിയാം. എന്നാൽ അവർ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ആ സത്യത്തിൽ നിന്നും മാറിയിട്ടാണ് കിടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ജെന്യുവിനിറ്റി. അപ്പോൾ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വന്നപ്പോൾ അത് ഒരു പക്ഷേ അവരുടെ ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ പബ്ലിക് അത് കേൾക്കുമ്പോൾ അതിൻ്റെ റിയാലിറ്റിയിൽ നിന്നും കുറേയൊക്കെ മാറിയാണ് അതിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ്. ഇപ്പോൾ ഇത് തന്നെ വീണ്ടും ചിന്തിപ്പിക്കാനിടയായി തീർന്നു. വെൻ യു പ്രൊജക്റ്റ് സംതിങ്, വാട്ട് ദ പീപ്പിൾ ഗെറ്റ്. നീ യഥാർത്ഥമായും ഇൻറ്റൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഉള്ളത് തന്നെയാണോ, ട്രൂ ആണോ, അത് തന്നെയാണോ, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് ഞാൻ വീണ്ടും ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനും ജിജിയും ഞങ്ങളൊരു സെമിനാറിന് പോയല്ലോ, JBക്ക് പോയായിരുന്നു 3 ദിവസം. അവിടെ നിന്ന് ഞങ്ങൾ വളരെ നല്ല സമയം ഒക്കെ ആയിരുന്നു. ആ സമയത്ത് പലപ്പോഴും പാസ്റ്റർമാർക്ക്, ഇവിടുത്തെ
കർത്താവിൻ്റെ സീനിയർ പാസ്റ്റർ എന്നെ കണ്ട് മറ്റുള്ളവരുടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ദിസ് ഈസ് പാസ്റ്റർ ചാക്കോ, ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് സോൾസ്. ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ എൻ്റെ ചിന്തയിൽ, ആം ഐ റിയലി പാഷനേറ്റ് അബൌട്ട് സോൾസ്? ഇത് എന്നെ പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്നു, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ പാഷനേറ്റ് അബൌട്ട് സോൾസ് എന്ന് പറയത്തക്കവണ്ണം അത്ര വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നത് എനിക്ക് അത്ര ട്രൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോ, ഇഫ് ഐ ഡു ഇറ്റ് ടു ദ ട്രൂത്ത്. എന്നെ ഒരാൾ പാഷനേറ്റാണ് ഞാൻ സോളിനെ കുറിച്ചെന്ന് പറയുമ്പോൾ എനിക്കത് വെറും ഒരു കളിപ്പിക്കലാകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്കത് ഒരു റിയാലിറ്റി ആണെന്ന് എനിക്ക് വേണം. എനിക്കതിൻ്റെ വേണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കത് ഒരു ജെന്യുവിനായിട്ടുള്ളൊരു പാഷൻ എനിക്ക് വേണം എന്ന് ഞാൻ ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറയട്ടെ. ഞാൻ സാക്ഷ്യമെന്ന് പറയുവാനായിട്ട് കാരണമുണ്ടായത്, ഇന്നലെ രാവിലെ ശനിയാഴ്ച അല്പസമയം ഒരു ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ടൈമുണ്ട് എനിക്ക് എല്ലാ ദിവസവും രാവിലെ. അധികം സമയമൊന്നുമില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്, നിനക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിനക്കറിയാമോ? ഹല്ലേലൂയ. തുടർന്ന് ഞാൻ ദൈവവചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഇടയായിത്തീർന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറയട്ടെ. ഇന്ന് നിങ്ങളെന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഐ ആം ഫുള്ളി ഇൻ ടു ദാറ്റ്. ഐ ആം പാഷനേറ്റ് അബൌട്ട് സോൾസ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇന്നത്തെ മെസ്സേജ് അതാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. കുടുംബാംഗങ്ങളെയാണല്ലോ നമ്മൾ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സഹോദരങ്ങളായിട്ടാണ് നമ്മെ കണ്ടിരിക്കുന്നത്. സ്തോത്രം. യേശു എങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നോ അതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് യേശു കുടുംബാംഗങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഞാനും നിങ്ങളും ആ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരാണോ? സ്തോത്രം. എന്താണ് നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം? യേശുവിനോടൊപ്പം നമുക്ക് ചിന്തിക്കാം. എന്താണ് നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം? സ്തോത്രം. വായിച്ചാട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-39 വാക്യങ്ങൾ. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പോൾ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഞാൻ യേശു സ്വർഗത്തിൽ നിന്ന് ഈ താണ ഭൂമിയിൽ വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ആ ഇഷ്ടം എന്നതോ, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് സോൾസ്. ഒടുക്കത്തെ നാളിൽ ഒന്നുപോലും കുറയാതെ അവിടെ എത്തണം എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്ന് യേശു പറയുകയാണ്. സ്തോത്രം. ഒന്നുപോലും കുറയാതെ. ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അപ്പൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് നാം വിചാരിച്ചു ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുവാനാണ് യേശു വന്നത്, യേശു കാൽവരിയിൽ യാഗമായത്, ഹല്ലേലൂയ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ യേശു വന്നത് അതിനു വേണ്ടിയല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എന്താണ് ഇഷ്ടം? ആ ഒടുക്കത്തെ നാളിൽ താൻ നിശ്ചയിച്ചിരിക്കുന്ന ചിലരുണ്ട്, അവരെ അവിടെ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ വന്നിരിക്കുന്നത്. നമ്മൾ പരാതി പറയും, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. സ്തോത്രം.
യെസ്, അവൻ നമുക്ക് അതോടുകൂടെ സകലവും തന്നിട്ടുണ്ട്. പക്ഷേ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? നോ വൺ ഷുഡ് ലൂസ് ബട്ട് റേസ് ഹിം ഓൺ ദാറ്റ് ഡേ, ഓൺ ദ ലാസ്റ്റ് ഡേ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അനുഗ്രഹങ്ങളോ ബ്ലെസ്സിങ്ങുകളോ ഇവിടെ ഈ ലോകത്തിൽ കിട്ടാനുള്ളതോ അതൊക്കെ കിട്ടിയോ ഇല്ലയോ, വാട്ട് ഹി വോണ്ട് ദ ലാസ്റ്റ് ഡേ, the last day he must raise up every individual. Hallelujah. എപ്പോഴാണ് യേശു അത് ചെയ്തത്? എല്ലാവരും പാപികളും. നോക്കണമേ, യേശു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? കുട്ടപ്പന്മാരായിരുന്നു എല്ലാവരും? അല്ല, യേശു പിതാവിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ഈ താണഭൂമിയിൽ വരുമ്പോൾ എല്ലാവരും പാപികളും എല്ലാവരും കൊള്ളരുതാത്തവരുമായിരിക്കുന്ന സമയത്ത് അപ്പൻ്റെ ഇഷ്ടം മനസ്സിലാക്കി യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അപ്പൻ ചിലരെ കണ്ടിട്ടുണ്ട്, അവരെ ആ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കണം, അതാണ് എൻ്റെ ഇഷ്ടം, ഞാൻ അതിനു വേണ്ടിയാ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ താഴോട്ട് യേശു ഒന്ന് നോക്കി കാണുമല്ലേ, വരുന്നതിന് മുന്നേ ഒരു മനുഷ്യൻ പോലും നല്ലതായിട്ടില്ല, അതിനുള്ള യോഗ്യത പ്രാപിച്ച ഒരു വ്യക്തിയും ഇല്ല. ആ സമയത്ത് അവരെ രക്ഷിക്കണം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്വന്തം ജീവനെ കൊടുക്കുവാൻ അവൻ തയ്യാറായി. അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 5:8 പറയുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അവൻ താഴേക്ക് നോക്കിയപ്പോൾ എല്ലാം സീറോയാ. എന്നാൽ അപ്പോഴാണ് അവൻ ചൂട് വയ്ക്കുന്നത്. നമ്മളൊക്കെ ചൂട് വയ്ക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടേ വരത്തുള്ളൂ, അല്ലേ? എന്തെങ്കിലും കണ്ട് നല്ല പോസിബിലിറ്റി ഉണ്ട്, നല്ല സാധ്യതയൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്യത്തുള്ളൂ. എന്നാൽ യേശു അങ്ങനെയല്ല. ഒന്നിനും കൊള്ളരുതാത്തവരായിട്ട് എല്ലാവരുമായിരിക്കുമ്പോൾ പറഞ്ഞതിൽ, തന്നതിൽ, തനിക്ക് വേണ്ടി ദൈവം തരുവാനായിട്ട് ഏൽപ്പിച്ചതിൽ ഒന്നുപോലും കുറയരുത് എന്ന തീരുമാനത്തോടെ യേശു ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളോട് എന്താ പറയാനുള്ളത്? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:1-2 വാക്യങ്ങൾ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. നിങ്ങളും യേശു എന്ത് ചെയ്തുവോ അതുപോലെ നിങ്ങളും ചെയ്യുവിൻ. യേശു എന്ത് ചെയ്തുവോ സ്വയം ഒരു സൗരഭ്യവാസനയായി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമ്മുടെ കുറിവാക്യം എന്താ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ എൻ്റെ സഹോദരനും എൻ്റെ മാതാവും. ഹല്ലേലൂയ. ഇതിൽ കവിഞ്ഞ മറ്റൊന്നില്ല ദൈവമക്കളെ. അപ്പൻ്റെ ഇഷ്ടം ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ഒരുവൻ പോലും നല്ലതായിട്ടില്ല എങ്കിലും യേശു സ്വന്തം ഒരു സൗരഭ്യവാസനയായി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങളും അനുരൂപരായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. എന്തിനു വേണ്ടി? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കാണും, ഞാൻ നോക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല, ഒറ്റ ആൾ പോലും ഇല്ല. സ്തോത്രം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ട. 50-60 ഇമ്മാനുവൽ അസംബ്ലി ഓഫിൻ്റെ നമ്പറാണ് പറഞ്ഞത് ഞാൻ. അങ്ങനെ നിന്നാൽ മതി. നോ. ഞാൻ പറയട്ടെ, എവറി എൻകൗണ്ടർ വിത്ത് എ പേഴ്സൺ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഗോഡ്സ് വിൽ. Every encounter with every individual in this world is an opportunity to do God's will, whether it is for salvation or for encouraging somebody to or prepare somebody for the last day to do God's will.
എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ദൗത്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുവനെ ഒന്നുകിൽ രക്ഷയിലേക്ക് നടത്തുക, ഇല്ല എങ്കിൽ അവനെ ഉറപ്പിച്ച് ആ അവസാന ദിവസം അവൻ എഴുന്നേൽക്കത്തക്ക വണ്ണം അവനെ എൻകറേജ് ചെയ്യുക. എവറി എൻകൗണ്ടർ. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടി. ഒരു ചെറിയൊരു ബിസിനസ്, ഞാൻ ബിസിനസ് എന്നുള്ള വേടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിലും ചെറിയൊരു ടോക്കായിരുന്നു. എൻ്റെ പഴയ ഒരു പരിചയമുള്ള ഒരാളാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു കാണുന്നുണ്ട്. ഞാൻ എവിടെ മീറ്റിംഗ് പോയിന്റ്, ഞാൻ പറഞ്ഞു ഇവിടെ ചർച്ച വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു സംസാരിച്ചു. ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. ഹല്ലേലൂയ. അവർ കാത്തലിക്കാണ്. ഞാൻ പറഞ്ഞത് എവറി ഇൻഡിവിജ്വൽ, എവറി ഓപ്പർച്യൂണിറ്റി ഈസ് every encounter with a person is an opportunity to do Father's will. കാരണം അവൻ ഒന്നുപോലും നശിക്കരുത്, ഒന്നുപോലും ലെഫ്റ്റ് ഔട്ട് ആകരുത് എന്ന് മനസ്സിലാക്കിയിട്ട ആ ദൗത്യവുമായിട്ടാണ് യേശു ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയ മക്കൾ എന്ന പോലെ നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മുൻപിൽ കാണുന്നവരെ കുറിച്ച് നമുക്കൊരു ദാഹമുണ്ടാകണം, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഹല്ലേലൂയ. ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ചിലത്, അവൻ്റെ ഇഷ്ടമുള്ള ചിലത്, അവൻ്റെ ഇഷ്ടത്തോടനുബന്ധിച്ചുള്ള ചിലത് എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ അവന് താല്പര്യമുണ്ടെന്ന് നാം ഗ്രഹിക്കണം, നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എവറി ഇൻഡിവിജ്വൽ, എവറി ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. നാം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ, യേശുവിൻ്റെ കുടുംബാംഗമാണോ, ഹല്ലേലൂയ, നാം അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ അനുകരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, യേശു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല 1, 2, 3 എന്ന് പറയുവാനായിട്ട്. ഞാനും നിങ്ങൾ നോക്കുമ്പോഴും ഒരുപക്ഷെ ആരെയും കണ്ടിട്ടില്ലായിരിക്കും. എന്നാൽ അതിനർത്ഥമില്ല യെശു ആരെയും നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല എന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ പറയാം, 1-2 വാക്യങ്ങൾ വായിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ ക്ലോസ് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 6:35-36 വാക്യങ്ങൾ നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ, ഈ തീമിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും. അത്യുന്നതന്റെ മക്കൾ ആകും. ആരാണ് മക്കളാകുന്നത്? അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് കുടുംബാംഗങ്ങൾ. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകണമെങ്കിൽ കുറേ ഹല്ലേലൂയ പറഞ്ഞാൽ മതി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കാണും ചിലപ്പോൾ. നോ. ഹല്ലേലൂയ. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അപ്പൻ്റെ മക്കൾ, അപ്പൻ്റെ കുടുംബാംഗങ്ങൾ. സഹോദരൻ പറയുകയാണ്, നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങൾ ആകണമെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിങ്ങളും ചെയ്യണം. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ പിറന്നു എന്ന് കരുതി നിങ്ങൾ എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാകണമെന്നില്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യും. ഇവിടെ പറഞ്ഞു, ദൈവമക്കളാകണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവേൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പേൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുത്, വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അവൻ്റെ ഇഷ്ടം അതാ. എന്ത്? നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയ കാണിക്കുക എന്നുള്ളത് അവൻ്റെ ഇഷ്ടമായതിനാൽ ഞാനും നിങ്ങളും അവൻ്റെ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അവൻ്റെ മകനും അല്ലെങ്കിൽ മകളും ആകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് 2 സ്റ്റാൻഡേർഡൊന്നുമില്ല. പഴയ ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ വേറെ സ്റ്റാൻഡേർഡ്. ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ വേറെയാണേ. അങ്ങനെയല്ല. നമ്മുടെ ദൈവം ഒരേ ദൈവമാണ്, അവന് ഒരേ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നോട് ദൈവം വളരെ ആഴത്തിൽ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരു സാക്ഷ്യമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തിൽ വന്നല്ലോ. സ്തോത്രം. ആത്മാവിൻ്റെ വില എന്താണെന്നുള്ളത് ദൈവം ഇതിലൂടെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ പാഷൻ എൻ്റെ അപ്പൻ്റെ പാഷനാണ്, എൻ്റെ അപ്പൻ്റെ ഇഷ്ടമായിരിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ എന്ത് വേണമോ, എന്താഗ്രഹിക്കുന്നതോ അത് ചെയ്യുന്നതായി തീരട്ടെ എന്ന് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ യേശുവിൻ്റെ കുടുംബത്തിലാകണം.
എനിക്ക് എൻ്റെ യേശുവിനോടുകൂടെ ഹല്ലേലൂയ ഒപ്പമാകണം. സ്തോത്രം. അതിനൊരു കാര്യമേ ഉള്ളൂ, ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം. തൻ്റെ ഓമന പുത്രനെ ഇവിടെ അയക്കുമ്പോഴും അപ്പനറിയാം ഒറ്റ വ്യക്തി പോലും നല്ലതില്ല. എല്ലാവരും കൊള്ളരുതാത്തവരും ദുഷ്ടന്മാരും നന്ദി കെട്ടവരും ശത്രുക്കളും ഒക്കെ തന്നെയാ. അപ്പൻ ഓമന പുത്രനെ അയക്കുക. ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നുണ്ട് ദൈവമക്കളായിട്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയോടും ഒന്നുകിൽ അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇല്ല എങ്കിൽ അവനെ എൻകറേജ് ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. സ്തോത്രം. വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവൻ അവർക്കും ദയാലുവായതുകൊണ്ട് നാം അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ശത്രു അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പകരം ഇച്ഛിക്കാതെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കാര്യം നമുക്കറിയാമല്ലോ, ചെയ്തേ മതിയാകൂ. ഇത് ഏറ്റവും ക്ലൈമാക്സാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ശത്രുവിനോടും നീ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നുള്ളവർ ചെയ്തേ മതിയാകൂ. നീ അവനെ സ്നേഹിച്ചേ മതിയാകൂ. നീ അവന് കൊടുത്തേ മതിയാകൂ. നീ അവൻ്റെ രക്ഷയെ കാക്ഷിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ആ ബർഡൻ ഉണ്ടോ? അപ്പൻ്റെ കാഴ്ച നമ്മൾ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നമുക്ക് നമ്മെ തന്നെ കാണിക്കാൻ പറ്റുമോ? നമുക്ക് വായിക്കാം. എന്താണ് അടുത്ത വാക്യം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45, 44, 45 വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അത് അവൻ എന്നെ ഉപദ്രവിക്കുന്നു, ഒന്നൊന്ന് പ്രാർത്ഥിച്ചു കളയാം എന്ന് കരുതിയല്ല. അവനെ സ്നേഹിച്ച് അവനെ വിടുവിക്കണമേ, അവനെ സഹായിക്കണമേ എന്ന് നമ്മുടെ ഒരു സ്വന്തം കുടുംബാംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, സ്വന്തം സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അല്ലാണ്ട് വേറൊരു സ്റ്റാൻഡേർഡിലല്ല നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവനെയും ചേർത്ത് പിടിച്ച് അവനും ഹല്ലേലൂയ ആ ലാസ്റ്റ് ഡേ അവനും ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമായതിനാൽ എൻ്റെ മുന്നിൽ ഒരു ശത്രുവായിട്ടോ എൻ്റെ മുന്നിൽ എന്നെ ഉപദ്രവിക്കുന്നവനായിട്ടോ ഹല്ലേലൂയ വന്നാലും അവനെ സ്നേഹിപ്പാനും അവന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ അവന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും എൻ്റെ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അടുത്ത വാക്യം 45. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എന്തിന് തന്നെ? സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അതിന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമായി ഇവിടെ പറയുന്നത്. സ്തോത്രം. എന്തോ ചെയ്യണം? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. അവനുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ്, നമ്മൾ ഉപദ്രവത്തിനൊന്നും പോകണ്ട, അത് അവിടെ ഇതിവിടെ അങ്ങനെ നിന്നാൽ മതി നമ്മൾ പറയാം. അങ്ങനെയല്ല, അവനെ സ്നേഹിക്കണം. നമുക്ക് യേശുവിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ മതിയായിരിക്കും. പക്ഷേ കുടുംബാംഗമാകണമെങ്കിൽ അത് പറ്റത്തില്ല. സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളാകണമെങ്കിൽ അത് പറ്റത്തില്ല. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വ്യവസ്ഥ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മെ കാണുന്ന മുന്നിൽ ആരായാലും ശരി, സ്നേഹിതരാകട്ടെ, കുടുംബാംഗങ്ങളാകട്ടെ, സഭയുടെ അംഗങ്ങളാകട്ടെ, അല്ല ശത്രുക്കളാകട്ടെ, ഉപദ്രവിക്കുന്നവരാകട്ടെ, നമുക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നിലൂടെ നടത്തുവാൻ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്കൊരു ഒരു ഒരു സാഹചര്യം എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊരാളൊന്ന് പറയുമ്പോഴേക്കും പിന്നെ കുറച്ച് നാളത്തേക്ക് മിണ്ടത്തില്ല, പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ മാറി നിൽക്കുക. സ്തോത്രം. നോ. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന പോലെ അല്ലേ അവനെ അനുകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 30-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ഒരു ശമര്യക്കാരനോ, ചരിത്രമെല്ലാം നമുക്കറിയാം. യേശു നല്ല ശമര്യക്കാരനാണെന്നും നാം അതുപോലെ ചെയ്യണമെന്നും എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഒരു ശമര്യക്കാരനോ, അവൻ മനസ്സലിവുള്ളവനായിരുന്നു. ആരോടാ? ഇതുവരെയും കാണാത്ത ഒരുവനോട്. ഒരു യഹൂദന്, ഒരു പള്ളിയിലെ അച്ഛന് ഒരു യഹൂദന് കപ്പ്യാർക്ക് കരുണ തോന്നാത്തിടത്ത് ഒരു ശമര്യക്കാരന് കരുണ തോന്നി. ആരോടാ? ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ എവിടെ പോവാ? അവൻ ബിസിനസ്സിന് പോവുക. ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും?
നമ്മളാണെങ്കിൽ എന്തു പറയും? ഓ ദേ ഒരു കാര്യമുണ്ട്, നമ്മൾ എവിടേക്കാണ് പോകണേ, നമുക്ക് നല്ല ബുദ്ധി വേണം. ആരെ പോലെയാ? നമ്മളൊരു വഴിക്ക് പോവുക, അവിടെ വീണ് കിടക്കുന്ന ആളെയും കണ്ടുകൊണ്ട് പിന്നെ എങ്ങനെ ഇതാ ഒരു പുരോഹിതൻ പോയി, അവന് തോന്നാത്താണോ നിനക്ക് തോന്നുന്നേ? അല്ല കപ്പ്യാർക്ക് തോന്നാത്താണോ നിങ്ങൾക്ക് തോന്നുന്നേ? തോന്നാൻ പാടില്ല, അങ്ങ് പൊക്കോണം. ഇതാ നമ്മൾ പറയാ. അവനെ കൊണ്ടുപോയി ഇതേ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറ്റി അവനെ ഇതേ അമ്പലത്തിൽ കൊണ്ടാക്കുന്നു. ഒരു ദിവസം പോയി, നിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ദിവസം പോയി. ഇതാണോ? പോട്ടെ, ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണോ? നോ. മനസ്സലിവുള്ള ഒരുവനാകണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നീ ചെയ്യുക. ഹല്ലേലൂയ. നിനക്ക് ഓപ്പർച്യൂണിറ്റി ദൈവം തരുമ്പോൾ നീ ചെയ്യുക. നിന്റെ ഭാവി നിന്റെ കർത്താവിൻ്റെ കരങ്ങളിലാ. സ്തോത്രം. നിന്റെ കരങ്ങളിലല്ല, നിന്റെ ബുദ്ധിയിലല്ല. സ്തോത്രം. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നീ മനസ്സലിവുള്ളവനാകുക. എന്തിനു വേണ്ടിയാ? യേശുവിനെ പോലെ ആകാനായിട്ട്, അവനെ അനുകരിക്കുവാനായിട്ട്. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ കാര്യം നമ്മുടെ ദൈവം നോക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റികൾ മിസ്സാക്കാതെ നമ്മുടെ ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. എവരി ഇൻഡിവിജ്വൽ, മുന്നേ കണ്ടിട്ടുള്ളവനാണോ കാണാത്തവനാണോ നമുക്ക് വിഷയമല്ല. നിന്റെ മുന്നിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിട്ടുണ്ട്, നിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ അവനത് മിസ്യൂസ് ചെയ്ത ആ മുറിവേറ്റവൻ പിന്നെ എവിടെയൊന്നും ഇതുവരെ വീട്ടിൽ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. അവൻ മടങ്ങി വന്നതോ അല്ലെങ്കിൽ ശമരിയക്കാരോട് നന്ദി പറഞ്ഞതോ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ അതുപോലെ ആകുവാനാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നവരാകുക. നിന്റെ കയ്യിലുള്ളപ്പോൾ നോ പറയരുത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സലിവുള്ളവരാകണം. അടുത്ത വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ്, സ്തോത്രം, 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സർവ്വമനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനയിലും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും, സകല മനുഷ്യർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഈ ചർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും അങ്ങേ അറ്റമാണ്. നമുക്ക് ഇവിടെ ഒന്നും ഒരു കുറവും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പറയുന്നത് നിങ്ങൾ ഏറ്റവും എക്സ്ട്രീംസിനോട് നിങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചർച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്ന് രാവിലെ അജിജി പറഞ്ഞ ഒരു ചർച്ചിൽ അവിടെ നല്ലൊരു മീറ്റിംഗ് കൂടി എല്ലാവരും അടിച്ചു പിരിഞ്ഞു. ചർച്ചിൽ ഇത് ശത്രുക്കളും സകല മനുഷ്യരോടും കൂടെ ഉണ്ടായിരിക്കേണ്ട സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. നാം എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം. സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും കൂടെ എന്ത് ചെയ്യണം? കഴിക്കേണ്ടതിനെ. അടുത്ത വാക്യം. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരിമാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും സകല അധികാരങ്ങൾക്കും വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും നമ്മെ ഭരിക്കുന്നവർക്ക് വേണ്ടി, അവർ നല്ല രാജാവാണോ പൊട്ട രാജാവാണോ അധികാരിയാണോ അവൻ കൈക്കൂലി വാങ്ങുന്നുണ്ടോ എല്ലാം ഉണ്ടാകാം. എന്നാൽ ഇവിടെ പറയാണ് സകല മനുഷ്യർക്കും വേണ്ടി നിന്നെ ആക്കി വച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ചുമ്മാ ഓർക്കാൻ വേണ്ടിയല്ല. സകല യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. ഈ രാജാവിന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യണോ? വായിച്ചു. സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. സകലത്തിനും മുമ്പേ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും അവന് ഇഷ്ടമുള്ളതാണെന്ന്. അവൻ്റെ ഇഷ്ടം. നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ആരാധന, പിന്നെ ഉപവാസ പ്രാർത്ഥന,
പിന്നെ ലേഡീസ് മീറ്റിംഗ് ഇന്നലെ നല്ല ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും കുറ്റം പറയല്ല കേട്ടോ. അതൊക്കെ ഏറ്റവും ചന്തവും ഉചിതമായിട്ട് നടക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ ലേഡി അല്ലാത്തതുകൊണ്ട് എന്നെ അതിന് കൂട്ടിയില്ല, ഞാൻ അവിടെ ഉണ്ടായേനെ. ഞാൻ പറഞ്ഞത് സ്തോത്രം, നമ്മൾ അതൊക്കെ മുറുകെ പിടിക്കണം. പക്ഷെ നമ്മൾ മുറുകെ പിടിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? ചെയ്യണം. അവൻ സകല മനുഷ്യർക്കും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ എന്തുകൊണ്ടായി പ്രാർത്ഥിക്കുന്നേ? എന്തുകൊണ്ടായി പക്ഷപാതം ചെയ്യുന്നേ? എന്തുകൊണ്ടായി സ്തോത്രം ചെയ്യുന്നേ? എന്തിനാ യാചന കഴിക്കുന്നേ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാണ്. ആ ഇഷ്ടം ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ യേശുവിൻ്റെ കുടുംബത്തിൽ അംഗമാകാൻ പറ്റത്തുള്ളൂ. ചിൽഡ്രൻ, സേ സോൾസ്, സോൾസ്, സോൾസ്. One more time, loud and clear. Souls, souls, souls. പിതാവിൻ്റെ ഇഷ്ടമാത്, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഇഷ്ടമാത്. ഓക്കെ, സോ വി നീഡ് ടു ടേക്ക് അപ്പ്. ഹല്ലേലൂയ. ആര് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മുടെ മുന്നിൽ, രാജാക്കന്മാരോ അല്ല ഭരണാധികാരികളോ കൊള്ളരുതാത്തവരോ ശത്രുക്കളോ ഉപദ്രവിക്കുന്നവരോ, നോ വറി. നിന്റെ പിതാവിന് അതാണ് ഇഷ്ടമെങ്കിൽ that must be your will also. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അത് ചെയ്യണം. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചുരുക്കാൻ പോവുക. ഹല്ലേലൂയ. അവൻ്റെ ആഗ്രഹം അതാ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ആ രാവിലെ സമയം പ്രാർത്ഥിച്ചു, ഞാൻ വചനം വായിച്ച് പ്രിപ്പയർ ചെയ്തതോടുകൂടെ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റേതല്ലപ്പാ, എനിക്ക് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റണം. ഹല്ലേലൂയ. സോൾസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഈസ് എ പ്രയോറിറ്റി ഫോർ മീ. ഹല്ലേലൂയ. എൻ്റെ മുന്നിൽ ആര് വന്നാലും ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ഒരു ഇഷ്ടം ഞാൻ അവിടെ കാണുന്നു. ഒന്നുകിൽ ഒടുക്കത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കണം, ഇല്ല എങ്കിൽ അവൻ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവനാണെങ്കിൽ അവനെ അല്പം കൂടെ ഒന്ന് ആ ദിവസത്തിന് വേണ്ടി ഒരുക്കുവാൻ ഐ ആം റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നവരെ അപ്രകാരം ചിന്തിക്കുവാൻ, ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ? സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ കുടുംബാംഗങ്ങളാകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? യേശു എങ്ങനെയാണ് ആ പിതാവിൻ്റെ ഇഷ്ടം അവൻ മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വി ഷുഡ് ഹാവ് എ ഗ്രേറ്റ് കൺവിക്ഷൻ. അത് ഞാൻ ചെയ്യും. ഒരു തീരുമാനം ഞാനും നിങ്ങളും എടുക്കണം, അല്ലാതെ പറ്റത്തില്ല. എനിക്ക് എൻ്റെ യേശുവിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ എൻ്റെ ദൈവം നോക്കും. നമ്മൾ സാക്രിഫിഷ്യൽ ആകണം. സാക്രിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതിനെ ചിലപ്പോൾ ത്യജിക്കേണ്ടി വരും. ഹല്ലേലൂയ. എനിക്ക് എല്ലാം നൽകുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നവനാണ്. സ്തോത്രം. എന്നാലും നമ്മുടെ കയ്യിലുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ കളിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ദൈവം ഹല്ലേലൂയ ദിവസങ്ങളിൽ ചിലത് പഠിപ്പിക്കട്ടെ, കാണിച്ചു തരട്ടെ, നമ്മൾ അങ്ങനെയാകട്ടെ. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിലൂടെ നമ്മൾ ചുരുങ്ങുകയല്ല, നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ എക്സ്പാൻഡ് ആകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം. നമുക്ക് ഹല്ലേലൂയ വളരെ ഉറപ്പോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം. എന്താണ്? ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ഏത് വ്യക്തിയെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണും. എന്ത് ഓപ്പർച്യൂണിറ്റിയാ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി. യേശുവിൻ്റെ അടുക്കൽ ആര് വന്നാലും അവരെ അവൻ വെറുതെ വിട്ടില്ല. എന്താ കാരണം? അവർക്ക് സൗഖ്യം വേണം, അവർക്ക് വിടുതൽ വേണം. യെസ്, എന്നാൽ അവർക്ക് രക്ഷ വേണമായിരുന്നു. അതുകൊണ്ട് യേശു എല്ലാവരോടും ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവം നമുക്ക് അതേ കാഴ്ചപ്പാട് തരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഒരു പാട്ട് പാടി ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ.
എനിക്ക് ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ദാഹം, എൻ്റെ ഈ പിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമായി മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചിൽഡ്രൻ, വൺ മോർ ടൈം ലെറ്റ് us say souls, souls, souls. Amen. When you